നമസ്കാരം. പി എസ് സി ട്രിക്സിൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പം ഇന്നത്തെ ഈ വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട 15 കറണ്ട് അഫയേഴ്സ് ചോദ്യങ്ങളാണ്. ഈ വീഡിയോ ആദ്യം മുതൽ അവസാനം വരെ കാണുക. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക. കൂടുതൽ വീഡിയോയ്ക്ക് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് കൂടി ചെയ്യുക. ഓക്കെ അല്ലേ? അതുപോലെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ ഈ വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് രൂപത്തിൽ രേഖപ്പെടുത്തുക. അപ്പം ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ്: 2026 നടക്കുന്ന ഫിഫ ലോകകപ്പ് ഫുട്ബോൾ ടൂർണമെൻറ്റിന് വേദിയാകാത്ത രാജ്യം ഏതാണ്? അപ്പം 4 ഓപ്ഷൻസ് ആണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ 4 ഓപ്ഷൻസും ഞാൻ വായിക്കുന്നില്ല. പകരം നിങ്ങൾ എന്താക്കുക, നിങ്ങൾ ഈ വീഡിയോ ജസ്റ്റ് ഒന്ന് പോസ് ചെയ്യുക. അതിനുശേഷം ഈ ഓപ്ഷൻസ് വായിക്കുക. അതിനുശേഷം നിങ്ങൾ ഉത്തരം ഒന്ന് നോട്ട് ചെയ്ത് വെച്ചിട്ട് ശരിയാണോ തെറ്റാണോ എന്ന് നോക്കുക. അതിനുശേഷം നിങ്ങളുടെ മാർക്ക് ഒന്ന് കമൻറ്റ് രൂപത്തിൽ രേഖപ്പെടുത്തുക. ഓക്കെ അല്ലേ? അപ്പം 2026 നടക്കുന്ന ഫിഫ ലോകകപ്പ് ഫുട്ബോൾ ടൂർണമെൻറ്റിന് വേദിയാക്കാത്ത രാജ്യം ഓപ്ഷൻ ബി കൊളംബിയയാണ് വേദിയാക്കാത്ത രാജ്യം. അപ്പം അമേരിക്ക, കാനഡ, മെക്സിക്കോ എന്നീ രാജ്യങ്ങൾ 2024 നടക്കുന്ന ഫിഫ ലോകകപ്പ് ഫുട്ബോളിന് വേദിയാകുന്നുണ്ട്. ഓക്കെ അല്ലേ? നെക്സ്റ്റ് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ആണ്: ഇന്ത്യയുടെ ഏത് അയൽ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിയാണ് പുഷ്പകമാൽ ദയാൽ മൂന്നാം തവണയും തിരഞ്ഞെടുക്കപ്പെട്ടത്? ഇന്ത്യയുടെ ഏത് അയൽ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി ആയാണ് പുഷ്പകമാൽ ദയാൽ മൂന്നാം തവണയും തിരഞ്ഞെടുക്കപ്പെട്ടത്? ഓപ്ഷൻ എ നേപ്പാളാണ് ശരിയായിട്ടുള്ള ഉത്തരം. അപ്പം ഇന്ത്യയുടെ അയൽരാജ്യമായ നേപ്പാളിൻ്റെ പ്രധാനമന്ത്രിയാണ് പുഷ്പകമാൽ ദയാൽ. ഓക്കെ അല്ലേ? നെക്സ്റ്റ് മൂന്നാമത്തെ ക്വസ്റ്റ്യൻ: കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ വിശിഷ്ടാംഗത്വം ലഭിച്ച രണ്ടാമത്തെ മലയാള സാഹിത്യകാരനാണ് സി രാധാകൃഷ്ണൻ. അതൊരു ഫസ്റ്റ് പ്രസ്താവനയാണ്. കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ വിശിഷ്ടാംഗത്വം ലഭിച്ച രണ്ടാമത്തെ മലയാള സാഹിത്യകാരനാണ് സി രാധാകൃഷ്ണൻ. ചോദ്യം ഇതാണ്: എങ്കിൽ ഈ ആദരം ലഭിച്ച, അതായത് കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ വിശിഷ്ടാംഗത്വം ലഭിച്ച ആദ്യത്തെ മലയാള സാഹിത്യകാരൻ ആരാണ് എന്നതാണ് ക്വസ്റ്റ്യൻ. നമുക്കറിയാം ഓപ്ഷൻ എ MT വാസുദേവൻ നായരാണ് ആദ്യത്തെ വ്യക്തി. അപ്പം കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ വിശിഷ്ടാംഗത്വം ലഭിച്ച ആദ്യത്തെ മലയാളി സാഹിത്യകാരൻ MT വാസുദേവൻ നായരും രണ്ടാമത്തെ സാഹിത്യകാരൻ സി രാധാകൃഷ്ണനുമാണ്. ഓക്കെ അല്ലേ? നെക്സ്റ്റ് നാലാമത്തെ ക്വസ്റ്റ്യൻ ആണ്: ISROയുടെ ആദിത്യ L1 ദൗത്യത്തെക്കുറിച്ച് താഴെ നൽകിയ പ്രസ്താവനകളിൽ തെറ്റായത് ഏതാണ് എന്നാണ് ചോദിച്ചത്. നമുക്ക് വായിക്കാം. ഓപ്ഷൻ എ ശ്രീഹരിക്കോട്ടയിൽ നിന്നാണ് വിക്ഷേപിച്ചത്. ശരിയായ പ്രസ്താവനയാണ്. അപ്പം ആദിത്യ L1 വിക്ഷേപിച്ചത് ശ്രീഹരിക്കോട്ടയിൽ നിന്ന് തന്നെയാണ്. PSLV-C 57 ആയിരുന്നു വിക്ഷേപണ വാഹനം. ശരിയായ പ്രസ്താവനയാണ്. ആദിത്യ L1ൻ്റെ വിക്ഷേപണ വാഹനം ഏതാണ്? PSLV-C 57 ആണ്. ഇനി നിഗർ ഷാജി ആയിരുന്നു ആദിത്യ L1 പ്രൊജക്ടിൻ്റെ ഡയറക്ടർ. ശരിയായ പ്രസ്താവനയാണ്. നിഗർ ഷാജിയാണ് ആദിത്യ L1 പ്രൊജക്ട് ഡയറക്ടർ. നെക്സ്റ്റ് നാലാമത്തെ പ്രസ്താവന: 2023 ഒക്ടോബർ 12 വിക്ഷേപിച്ചത്. ആദിത്യ L1 2023 ഒക്ടോബർ 12 വിക്ഷേപിച്ചത് എന്നാണ് പറയുന്നത്. തെറ്റായ പ്രസ്താവനയാണ്. ആദിത്യ L1 വിക്ഷേപിച്ചത് 2023 സെപ്റ്റംബർ 2 ആദിത്യ L1 വിക്ഷേപിച്ചത്. അപ്പം ശ്രീഹരിക്കോട്ടയിൽ നിന്നാണ് വിക്ഷേപിച്ചത്. PSLV-C 57 ആണ് ആദിത്യ L1ൻ്റെ വിക്ഷേപണ വാഹനം. നിഗർ ഷാജിയാണ് പ്രൊജക്ട് ഡയറക്ടർ. വിക്ഷേപിച്ചത് 2023 സെപ്റ്റംബർ 2. ഓക്കെ അല്ലേ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ ആണ്. എന്താണ്? ഏത് രാജ്യമാണ് ഔദ്യോഗിക കറൻസിയായ കൂണയോട് വിട പറഞ്ഞ് 2023 ജനുവരി 1 മുതൽ ഔദ്യോഗിക കറൻസിയായി യൂറോ അംഗീകരിച്ചത്? ഇമ്പോർട്ടൻ്റ് ആണ്. ഏത് രാജ്യമാണ് ഔദ്യോഗിക കറൻസിയായ കൂണയോട് വിട പറഞ്ഞ് 2023 ജനുവരി 1 മുതൽ ഔദ്യോഗിക കറൻസിയായി യൂറോ അംഗീകരിച്ചത്? ഓപ്ഷൻ സി ക്രൊയേഷ്യയാണ് ശരിയായിട്ടുള്ള ഉത്തരം. ഓക്കെ അല്ലേ? നെക്സ്റ്റ് ആറാമത്തെ ക്വസ്റ്റ്യൻ ആണ്: ഇന്ത്യയിൽ പുറത്തിറക്കിയ ആദ്യത്തെ സോളാർ കാറിൻ്റെ പേര് എന്താണ്? നമുക്കറിയാം ഓപ്ഷൻ ബി ഇവയാണ് ശരിയായിട്ടുള്ള ഉത്തരം. അപ്പം ഇന്ത്യയിൽ പുറത്തിറക്കിയ ആദ്യത്തെ സോളാർ കാറിൻ്റെ പേരെന്താണ്? ഇവ എന്നാണ്. ഓക്കെ അല്ലേ? നെക്സ്റ്റ് ഏഴാമത്തെ ക്വസ്റ്റ്യൻ ആണ്: 2023 അന്തരിച്ച കലാമണ്ഡലം ദേവകി ഏത് മേഖലയിൽ ചുവടുറപ്പിച്ച ആദ്യത്തെ വനിതകളിൽ ഒരാളാണ്? അപ്പം ഏഴാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്? 2023 അന്തരിച്ച കലാമണ്ഡലം ദേവകി ഏത് മേഖലയിലാണ് പ്രശസ്തി നേടിയത്? നമുക്കറിയാം ഓട്ടൻതുള്ളൽ കലാകാരിയാണ് ആര്? നമ്മുടെ
കലാമണ്ഡലം ദേവകി. അപ്പം 2023 കലാമണ്ഡലം ദേവകി അന്തരിച്ചു. ഇപ്പോൾ കലാമണ്ഡലം ദേവകി ഏത് മേഖലയാണ് പ്രശസ്തി നേടിയത്? ഓട്ടംതുള്ളൽ കലാകാരിയാണ് ആര്? കലാമണ്ഡലം ദേവകി. നെക്സ്റ്റ് 8ാമത്തെ ക്വസ്റ്റ്യൻ ആണ്, കേരളത്തിലെ ആദ്യത്തെ സമ്പൂർണ്ണ ഇൻഷുറൻസ് പഞ്ചായത്തെ പ്രഖ്യാപിക്കപ്പെട്ട ചക്കിട്ടപ്പാറ ഏത് ജില്ലയിലാണ്? എന്താണ് ക്വസ്റ്റ്യൻ? കേരളത്തിലെ ആദ്യത്തെ സമ്പൂർണ്ണ ഇൻഷുറൻസ് പഞ്ചായത്തെ പ്രഖ്യാപിക്കപ്പെട്ട ചക്കിട്ടപ്പാറ ഏത് ജില്ലയിലാണ്? ഓപ്ഷൻ ബി കോഴിക്കോടാണ് ശരിയായിട്ടുള്ള ഉത്തരം. ഓക്കെ അല്ലേ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ് 9ാമത്തെ ക്വസ്റ്റ്യൻ ആണ്, 2023 കേന്ദ്ര മലിനീകരണ നിയന്ത്രണ ബോർഡ് പ്രസിദ്ധീകരിച്ച റിപ്പോർട്ട് പ്രകാരം രാജ്യത്തെ ഏറ്റവും മലിനമായ നദി ഏതാണ്? 9ാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്? 2023 കേന്ദ്ര മലിനീകരണ നിയന്ത്രണ ബോർഡ് പുറത്തിറക്കിയ റിപ്പോർട്ട് പ്രകാരം രാജ്യത്തെ ഏറ്റവും മലിനമായ നദി ഓപ്ഷൻ സി കൂവമാണ് ശരിയായിട്ടുള്ള ഉത്തരം. സെറ്റല്ലേ? 2023 കേന്ദ്ര മലിനീകരണ നിയന്ത്രണ ബോർഡ് പ്രസിദ്ധീകരിച്ച റിപ്പോർട്ട് പ്രകാരം രാജ്യത്തെ ഏറ്റവും മലിനമായ നദി ഏതാണ്? കൂവം നദിയാണ്. ഓക്കെ അല്ലേ? 10ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. ക്വസ്റ്റ്യൻ, ഈയിടെ ഭൗമശാസ്ത്ര സൂചിക പദവി ലഭിച്ച കമ്പം പന്നീർ ത്രാച്ചൈ എന്നാണ്. കമ്പം പന്നീർ ത്രാച്ചൈ ഏതു കാർഷിക വിളയുടെ വകഭേദമാണ്? അപ്പം ഈയിടെ ഭൗമശാസ്ത്ര സൂചിക പദവി ലഭിച്ച കമ്പം പന്നീർ ത്രാച്ചൈ ഏതു കാർഷിക വിളയുടെ വകഭേദമാണ്? ഓപ്ഷൻ സി മുന്തിരിയാണ് ശരിയായിട്ടുള്ള ഉത്തരം. അപ്പം കമ്പം പന്നീർ ത്രാച്ചൈ ഏതു കാർഷിക വിളയുടെ വകഭേദമാണ്? മുന്തിരി. ഓക്കെ അല്ലേ? നെക്സ്റ്റ് 11ാമത്തെ ക്വസ്റ്റ്യൻ ആണ്, സംസ്ഥാന മന്ത്രിമാരും അവർ വഹിക്കുന്ന വകുപ്പുകളും ചുവടെ ചേർക്കുന്നു. ഇതിൽ തെറ്റായ ജോഡി ഏതാണ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പം രാമചന്ദ്രൻ കടന്നപ്പള്ളി മ്യൂസിയം, അതുപോലെ തന്നെ രജിസ്ട്രേഷൻ. ഓക്കെ അല്ലേ? ശരിയാണ്. രാമചന്ദ്രൻ കടന്നപ്പള്ളി മ്യൂസിയം ശരിയായ പ്രസ്താവനയാണ്. അബ്ദുൾ റഹ്മാൻ കായികമാണ്. ജി അനിൽ ലീഗൽ മെട്രോളജി ശരിയാണ്. റോഷി അഗസ്റ്റിൻ തുറമുഖം തെറ്റായ പ്രസ്താവനയാണ്. തുറമുഖം ആരാണ്? വി എൻ വാസവനാണ് തുറമുഖ വകുപ്പ് മന്ത്രി. ഓക്കെ അല്ലേ? അപ്പം രാമചന്ദ്രൻ കടന്നപ്പള്ളി മ്യൂസിയം, വി അബ്ദുൾ റഹ്മാൻ കായികം, ജി അനിൽ ലീഗൽ മെട്രോളജി, തുറമുഖം വി എൻ വാസവൻ. ഓക്കെ അല്ലേ? നെക്സ്റ്റ് 12ാമത്തെ ക്വസ്റ്റ്യൻ ആണ്, 2024 ജനുവരിയിൽ പുറത്തു വന്ന ഫോബ്സ് റിപ്പോർട്ട് പ്രകാരം ലോകത്തെ ഏറ്റവും മൂല്യമേറിയ കറൻസി ഏതാണ്? 2024 ജനുവരിയിൽ പുറത്തു വന്ന ഫോബ്സ് റിപ്പോർട്ട് പ്രകാരം ലോകത്തിലെ ഏറ്റവും മൂല്യമേറിയ കറൻസി ഏതാണ് ചോദിച്ചാൽ പറയണം. അത് ഓപ്ഷൻ ബി കുവൈറ്റി ദിനാറാണ് ശരിയായിട്ട് ഉത്തരം. അപ്പോൾ 2024 ജനുവരിയിൽ പുറത്തു വന്ന ഫോബ്സ് റിപ്പോർട്ട് പ്രകാരം ലോകത്തെ ഏറ്റവും മൂല്യമേറിയ കറൻസി ഏതാണ്? അത് കുവൈറ്റി ദിനാറാണ്. ഓക്കെ അല്ലേ? നെക്സ്റ്റ് 13ാമത്തെ ക്വസ്റ്റ്യൻ ആണ്, 2023 മുതൽ പൊതുജനങ്ങൾക്ക് സന്ദർശനത്തിനായി തുറന്നുകൊടുത്ത രാഷ്ട്രപതി നിലയം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? എന്താണ് ക്വസ്റ്റ്യൻ? 2023 മുതൽ പൊതുജനങ്ങൾക്ക് സന്ദർശനത്തിനായി തുറന്നുകൊടുത്ത രാഷ്ട്രപതി നിലയം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ഓപ്ഷൻ ഡി സെക്കന്ദരാബാദാണ് ശരിയായിട്ട് ഉത്തരം. ഓക്കെ അല്ലേ? ഇപ്പോൾ 2023 പൊതുജനങ്ങൾക്ക് സന്ദർശനത്തിനായി തുറന്നുകൊടുത്ത രാഷ്ട്രപതി നിലയം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? സെക്കന്ദരാബാദ്. ഓപ്ഷൻ ഡി ആണ് ശരിയായിട്ട് ഉത്തരം. ഓക്കെ അല്ലേ? നെക്സ്റ്റ് 14ാമത്തെ ക്വസ്റ്റ്യൻ ആണ്, താഴെ കൊടുത്ത വസ്തുതകൾ പരിഗണിച്ച് ശരിയായ ഉത്തരം കണ്ടെത്തുക. ഓക്കെ അല്ലേ? അപ്പം ഒന്നാമത്തെ പ്രസ്താവന ഇതാണ്, 2024 ആദ്യ വാരത്തിൽ ഫിഫ റാങ്കിങ്ങിൽ ഒന്നാം റാങ്കിങ്ങിൽ നിന്ന രാജ്യമാണ് അർജൻറ്റീന. അപ്പം 2024 ആദ്യ വാരത്തിൽ ഫിഫ റാങ്കിങ്ങിൽ ഒന്നാം റാങ്കിൽ നിന്ന രാജ്യമാണ് അർജൻറ്റീന. ആ ഒന്നാമത്തെ പ്രസ്താവന മാത്രമാണ് ഇതിൽ ശരി. ഓക്കെ അല്ലേ? ഇനി 15ാമത്തെ ക്വസ്റ്റ്യൻ ആണ്, കേരളത്തിലെ പുതിയ ചീഫ് ഇൻഫർമേഷൻ കമ്മീഷണറായി നിയമിക്കപ്പെട്ടത് താഴെ കൊടുത്തിട്ടുള്ളതിൽ ആരാണ്? കേരളത്തിലെ പുതിയ ചീഫ് ഇൻഫർമേഷൻ കമ്മീഷണറായി നിയമിക്കപ്പെട്ടത് താഴെ കൊടുത്തിട്ടുള്ളതിൽ ആരാണ് ചോദിച്ചാൽ പറയണം. ഓപ്ഷൻ ഡി വി ഹരിനായർ ആണ് കേരളത്തിലെ പുതിയ ചീഫ് ഇൻഫർമേഷൻ കമ്മീഷണർ. ഓക്കെ അല്ലേ? ആരാണ്? വി ഹരിനായർ. അപ്പം 15 ക്വസ്റ്റ്യൻസ് ആണ് ഇന്നത്തെ ഈ വീഡിയോയിൽ നിങ്ങളുമായി ചർച്ച ചെയ്തത്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് രൂപത്തിൽ രേഖപ്പെടുത്തുക. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ ബൈ, സീ യു.